മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ ശ്രീ അച്യുതാനന്ദനെ കുറിച്ച് ഫോട്ടോ സഹിതം കുറേ കമന്റുകൾ വരാറുണ്ട്. പുച്ഛത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒരു തരത്തില് വേദനയുടെയും നാണക്കേടിൻ്റെയുമെല്ലാം ശബ്ദങ്ങളാണ് വാക്കുകളായിട്ട് വരികളായിട്ട് പുറത്തേക്ക് വരുന്നത്. അറിയാതെ ചിന്തിച്ചു പോയത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി, വളരെ പ്രായമായ ശ്രീ LK അദ്വാനി, അദ്ദേഹം BJPയെ ഇത്രയും അധികം ഉയരത്തിലെത്തിച്ചത് ശ്രീ LK അദ്വാനിയാണ്. ആ LK അദ്വാനിയെ ഇത്ര പ്രായമായ സ്ഥിതിക്ക് അല്പം ഒന്ന് ഒതുക്കി നിർത്തി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി ഏതൊക്കെയോ സമിതിയുടെ അധ്യക്ഷനൊക്കെ ആക്കി വളരെ ബഹുമാന പുരസ്സരം അപസ്വരങ്ങൾ പുറത്തേക്ക് വരാതെ ശ്രീ നരേന്ദ്രമോദി കൈകാര്യം ചെയ്തു. പത്രമാധ്യമങ്ങൾ അവരുടേതായിട്ടുള്ള പതിവ് കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വർക്ക് ചെയ്തില്ല. പക്ഷേ LK അദ്വാനി പത്രസമ്മേളനം നടത്തിയിട്ട് കുത്തുവാക്കുകളോ വിമർശനങ്ങളോ അവഹേളനാത്മകമായ വരികളോ ഒന്നും പറഞ്ഞുമില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യത. പക്ഷെ തികച്ചും അധികാരത്തിന്റെ മാത്രം കസേരയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയാവാൻ സാധിച്ചില്ല എന്ന ദുഃഖം, വേദന, ദേഷ്യം, പക, വാശി ഇതെല്ലാം വെച്ച് ശ്രീ അച്യുതാനന്ദൻ എന്ന അതികായകൻ, എന്താണ് അദ്ദേഹം ശരിക്കും കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ള അറിഞ്ഞുകൂടാ, സർവ്വതിനെയും എതിർക്കുകയും വെട്ടി നിരത്തി കാർഷിക ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ച ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹം. ഇന്നലെയും മിനിഞ്ഞാന്നും പറയുന്നത് കേട്ടു, ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ ഈ 93ാമത്തെ വയസ്സിൽ വലത്തെ കൈ ഉയർത്തണമെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും പിടിക്കണം, വലത്തെ കാല് മുമ്പോട്ട് വെക്കണമെങ്കിൽ വേറെ ആരെങ്കിലും കാല് മുമ്പോട്ട് വെച്ച് കൊടുക്കണം എന്ന മനുഷ്യന് വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ എന്തെങ്കിലും എഴുതുകയോ ചിന്തിക്കുകയോ അല്ലെങ്കിൽ കേരളം മുഴുവനും പര്യടനം നടത്തി നല്ല പ്രഭാഷണങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിന് പകരം ഒരു അധികാരത്തിന്റെ കസേരയിലിരിക്കാനുള്ള കൊതിമൂത്ത് ഏതോ ഒരു ഗതികെട്ട അനുഭവത്തിലേക്ക് ചെന്ന് ചേരുന്ന RT പ്രവർത്തകരും ബാക്കിയുള്ളവരും വയസ്സായ സ്ഥിതിക്ക് മിണ്ടാതിരിക്കുകയേ ഉള്ളൂ, അല്ലാണ്ട് അവർ സപ്പോർട്ട് ചെയ്യണില്ല ആരും. എന്നിട്ടും തനിക്ക് സെക്രട്ടേറിയറ്റിൽ ഒരു കസേര വേണം, മന്ത്രിമാർക്കുള്ള മാതിരി 24 സ്റ്റാഫ് വേണം, ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാനില്ലാത്ത ഒരു പദവി കയ്യിൽ കൊടുത്തിട്ട് 13 സ്റ്റാഫ് കൊടുത്തിട്ട് എന്തോന്നിനാ ഈ 13 സ്റ്റാഫ്? ഇദ്ദേഹത്തിന്റെ ഡ്രസ്സ് അലക്കാനാ, അല്ല ഷേവ് ചെയ്യാനാ, അല്ല പല്ല് തേപ്പിക്കാനാ, അല്ല തലയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കാനാണോ ഇത്രയും അധികം സ്റ്റാഫ് എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഒരു പിടുത്തവും ഇല്ല. മാത്രമല്ല ഭരണപരിഷ്കാര കമ്മിറ്റി, അങ്ങനെ ഒരു പരിഷ്കാരം വേണമെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ, ഈ 93 വയസ്സായിട്ടുള്ള ആളാണോ ഭരണപരിഷ്കാരം വേണമെന്ന് വിചാരിക്കുന്നത്? ഇന്നും ആ പഴയ മാമൂലുകളും പഴയ കാര്യങ്ങളൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ പരിഷ്കരണത്തിന്റെ ഏതെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അധോഗതിയായിരിക്കും ഈ കേരളത്തിന്റെ അവസ്ഥ. അതിനു പകരം നല്ല കപ്പാസിറ്റിയും MBAയും ഒക്കെ ഉള്ള വ്യക്തികളെ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാനോ സെക്രട്ടറിയോ ഒക്കെ ആക്കേണ്ടതിന് പകരം ഒരു തരത്തിലും നന്മയും ഒരു തരത്തിലും പുരോഗമനവും ഒരു തരത്തിലും നൂതനമായ കാര്യങ്ങളിലും താല്പര്യമില്ലാത്ത, അറിയാത്ത, ശരിക്കും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനാക്കി ഇനി ഇങ്ങേരി പരിഷ്കാരം വേണമെന്നൊക്കെ പറഞ്ഞ് മുറിയിലിരുന്നുകൊണ്ട് പേപ്പർ എഴുതി കഴിഞ്ഞാൽ പിണറായി വിജയൻ അതിലെ ഒരു വരിയെങ്കിലും അഡോപ്റ്റ് ചെയ്യോ?
ഇന്നത്തെ മന്ത്രിസഭ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യുമോ? അദ്ദേഹം പറയുന്നത് ഇന്നോ ഇനി വരാൻ പോകുന്നതോ ആയിട്ടുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേൾക്കുമോ? ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഒരാളും ഇല്ലാതിരിക്കെ, ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ലാതിരിക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പദവി കൊടുത്ത് ഈ ടാക്സ് കൊടുക്കുന്ന കേരള ജനതയുടെ ശമ്പളം, പൂത്ത ശമ്പളം, മന്ത്രിമാരുടെ ലെവലിലുള്ള ശമ്പളം കൊടുത്ത്, ഒരു കാറ് കൊടുത്ത്, 14 സ്റ്റാഫിനെ കൊടുത്ത്, കേരളം മുഴുവനും യാത്ര ചെയ്യാൻ ഫ്രീ ഡീസലും പെട്രോളും കൊടുത്ത്, സുഖമായിട്ടൊരു മുറിയും കൊടുത്ത്, ഗവൺമെന്റ് വാടക കൊടുക്കുന്ന ഒരു കെട്ടിടത്തിൽ താമസിപ്പിച്ച്, ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളും കേരളത്തിന് ഗുണത്തെക്കാളേറെ ഒരു ശാപമായി തീർന്നിരിക്കുന്നു. ഏതായാലും പാർട്ടിക്ക് അതൊരു ശാപമായി തീർന്നിരിക്കുന്നു. സ്വയം ഇത് തിരിച്ചറിഞ്ഞ് ഒതുങ്ങി ജീവിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരമുള്ള സ്ഥിതിക്ക് അതൊന്നും ചെയ്യാതെ തനി നാറിയ രീതിയിൽ, ഇന്നലെ ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടു, പലരും മരിച്ചതിന് ശേഷമാണ് ഡെഡ് ബോഡി ചെയ്യുമ്പോൾ നാറുന്നത്. ഇത് ജീവനോടെ ഒരാൾ നാറുന്നത് കാണണമെങ്കിൽ ഈ ഒരു കാഴ്ച കാണണം എന്ന് പറയുന്നത് കേട്ടു. ഏതായാലും ആ മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു ദുഃഖവുമില്ല. കാരണം അവനവൻ വരുത്തി വെച്ചതാണ്. ശരിക്ക് ഒതുങ്ങിക്കഴിയേണ്ട സ്ഥലത്ത് ഒതുങ്ങിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് എന്നും പാർട്ടി സെക്രട്ടറി ആവണം, അതിൻ്റെ സെക്രട്ടറി ആവണം, മുഖ്യമന്ത്രി ആവണം. എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഒരു മനുഷ്യനെ ഈ ഡിജിറ്റൽ ഇന്ത്യയുടെയും മെയ്ക്ക് ഇൻ ഇന്ത്യയുടെയും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകളുമെല്ലാം സെക്കൻഡുകൾ കൊണ്ട് തീരുമാനമെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഭാരതത്തിൽ എഴുന്നേറ്റ് നടക്കാൻ 3 പേര് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വ്യക്തിയുടെ ഗതികേടല്ല അങ്ങേര് എന്തെങ്കിലും പറഞ്ഞ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയാൽ കേരളത്തിന്റെ ഗതികേടാണ്. ഏതായാലും കേരള ജനതയ്ക്ക് ഒരു ആശ്വാസമുള്ളത്, പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങേര് പറഞ്ഞതിൽ ഒരു വരി പോലും എടുക്കില്ല. വെറുതെ കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടിനകത്തിടാൻ വേണ്ടി ഒരു അധികാരം കൊടുത്തതാണ്. ഏതായാലും തൊഴേണ്ടത്, ആദരിക്കേണ്ടത് ഈ LK അദ്വാനിയെയും മുരളി കൃഷ്ണ പോലെയുള്ളവരെ, നമ്മുടെ മുരളി മനോഹർ ജോഷിയെ പോലെയുള്ളവരെ എങ്ങനെയാണോ അതാത് വ്യക്തികൾക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുത്ത് പണ്ട് പലതും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണത്താൽ വേണ്ടാത്ത ഉത്തരവാദിത്വങ്ങളൊക്കെ കൊടുത്ത് അവരെ ഇനിയും പ്രശ്നസങ്കീർണമായിട്ടുള്ള ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്ന മാതിരി വരുത്താതെ ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ട സ്ഥാനത്ത് ഇരുത്തേണ്ടവർ ഇരുത്തേണ്ട പോലെ ഇരുത്തി എന്നുള്ളത് കേന്ദ്രത്തിൽ നിന്ന് പഠിച്ച് ഈ അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യനെ വീട്ടിലേക്ക് വിട്ട്, നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, സുഖമായിട്ട് അവിടെ ജീവിക്കാൻ വേണ്ട പെൻഷനോ ഗവൺമെന്റിന്റെ കാറോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കേരളവും ഇപ്പൊ ഭരിക്കുന്നവരും ഒന്ന് രക്ഷപ്പെടുമായിരുന്നു. ശരിക്കും ഇദ്ദേഹം പറയുന്നു അധികാരം ഏറ്റെടുത്തിട്ടില്ല, മന്ത്രിമാർ പറയുന്നു അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ഉറങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല, ബാക്കിയുള്ളവർ പറയണം ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന മാതിരിയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ഒരു മനുഷ്യൻ കേരളത്തില് ഇത്രയും അധികം ജീവനോടെ ഇരിക്കുമ്പോൾ നാറുന്നത് ശ്രീ അച്യുതാനന്ദൻ മാത്രമാണ് എന്ന് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.